പ്രേക്ഷകരെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് വേറിട്ട ശൈലിയിലൂടെ ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ച നടനും തിരക്കഥാകൃത്തും സംവിധായകനുമായ ശ്രീനിവാസൻ ഓർമ്മയാകുമ്പോൾ വലിയൊരു നഷ്ടബോധമാണ് സിനിമ പ്രേക്ഷകർക്കുണ്ടാകുന്നത്. ശ്രീനിവാസന്റെ വേർപാട് മേലുകാവിന് ഒരു സ്വകാര്യ ദുഃഖം കൂടിയാണ്. കഥ പറയുമ്പോൾ എന്ന സിനിമയിലെ ഏറെ വ്യത്യസ്തനായ ബാർബർ ബാലന്റെ കഥ പറയാൻ മേലുകാവിലെത്തിയ ശ്രീനിവാസൻ നാട്ടുകാരുടെ മനം കവർന്നാണ് മടങ്ങിയത്. പാലാ മേലുകാവുമറ്റം റോഡിലെ കുരിശിങ്കലിലായിരുന്നു ഷൂട്ടിംഗ്. 18 വർഷം മുൻപ് നടന്ന സംഭവങ്ങൾ ഇപ്പോഴും പ്രദേശവാസികളുടെ മനസ്സിൽ മായാത്ത ഓർമ്മകളാണ്. ജംഗ്ഷനിലെ കുര്യാച്ചൻ്റെ പലചരക്ക് കടയാണ് ബാലൻ്റെ ബാർബർ ഷോപ്പായി മാറിയത്. കുര്യാച്ചൻ തന്നെയാണ് ഇപ്പോഴും കൃപാ സ്റ്റോഴ്സ് എന്ന കട നടത്തുന്നത്. ജംഗ്ഷനിൽ ബാർബർ ഷോപ്പ് നടത്തുന്ന രാജുവിന് ബാർബറാം ബാലനെ എന്ന പാട്ടിൻ്റെ ചിത്രീകരണത്തിൽ ശ്രീനിവാസനെ തോളിലെത്തിയതിൻ്റെ ഓർമ്മകളാണുള്ളത്. ശ്രീനിവാസൻ മുടിമുറിച്ച റെജി ജംഗ്ഷനിലെ ഓട്ടോ ഡ്രൈവറാണ്. 1 മാസക്കാലത്തോളം മേലുകാവിൻ്റെ ഗ്രാമീണ ഭംഗി ആസ്വദിച്ച് നാട്ടുകാരുമായി സ്നേഹം പങ്കിട്ട് മടങ്ങുകയായിരുന്നു ശ്രീനിവാസൻ. മേലുകാവിലെ കുരിശിങ്കൽ ജംഗ്ഷൻ ഇപ്പോഴും കാര്യമായ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. ശ്രീനിവാസൻ അവതരിപ്പിച്ച ഹൃദയസ്പർശിയായ കഥാപാത്രങ്ങളിൽ ഒരാളായ ബാർബർ ബാലൻ കുരിശിങ്കലിനെ ലോകപ്രശസ്തമാക്കുകയായിരുന്നു. വേറിട്ട ശൈലിയിലൂടെ മലയാള സിനിമയ്ക്ക് വലിയ സംഭാവനകൾ നൽകിയ ശ്രീനിവാസൻ കടന്നുപോകുമ്പോൾ മേലുകാവുകാർക്ക് തങ്ങളുടെ പ്രിയപ്പെട്ട ബാർബർ ബാലനെ നഷ്ടപ്പെട്ടതിലുള്ള ദുഃഖമാണുള്ളത്. ഹൃദയസ്പർശിയായ കഥാപാത്രങ്ങളും ചിരിയിൽ പൊതിഞ്ഞ് അവതരിപ്പിച്ച ആശയങ്ങളും നർമ്മത്തിൽ ചാലിച്ച നൊമ്പരങ്ങളും ശ്രീനിവാസനെ വ്യത്യസ്തനാക്കുമ്പോൾ ശ്രീനിവാസൻ അഭിനയിച്ച സിനിമകളും തിരക്കഥ എഴുതിയ സിനിമകളും മാത്രമല്ല, സിനിമയ്ക്കപ്പുറം ജനങ്ങൾ സ്വീകരിച്ച തകർപ്പൻ ഡയലോഗുകൾ മലയാളിയുടെ മനസ്സിൽ അദ്ദേഹത്തിന് ശാശ്വത സ്മാരകങ്ങളാവുകയാണ്.